ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യാറായില്ലേ? അപ്പോൾ നമുക്ക് ജേർണൽ സെറ്റപ്പ് ചെയ്യാം. ഒക്ടോബർ എന്ന് പറയുമ്പം ഹാലോവീൻ, ഓട്ടം സീസൺ. സോ ഞാനും സെയിം തീം തന്നെയാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇതാണ് എൻ്റെ കവർ പേജ്. പ്രീസെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാവും. അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് പേജിലൊരു കോട്ട് കൊടുത്തു. അതിൻ്റെ താഴെ പംകിൻസ് ഞാൻ വരച്ചതാണ്. നെക്സ്റ്റ് പേജിലും ഞാൻ പംകിൻസ് വരച്ചു. പിന്നെ അതിന് സ്റ്റിക്കേഴ്സ് കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. ഞാൻ വരച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻസും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഞാൻ പെർഫെക്റ്റ് ഡ്രോയിങ് അല്ല ഉദ്ദേശിച്ചത്, കുറച്ചൊരു മെസ്സി ടൈപ്പും കൂടെയാണ്. ഇനി വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഇത് പറഞ്ഞാൽ മതിയല്ലോ. ഇത് ആക്ച്വലി ഇങ്ങനെയല്ല എഴുതുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ അതിനുള്ള പെൻ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഈസി വേ നോക്കിയതാണ്. എനിക്ക് ഈ ഒരു ടൈപ്പ് ഫോണ്ട് വേണം എന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയും ചെയ്യാം. ഓറഞ്ച് കളർ വെച്ച് പംകിൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്ത പെന്ന് ടോംബോ ബ്രഷ് പെൻ ആണ്. അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കവർ പേജ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഡെയിലി സ്നാപ്ഷോട്ടാണ്. ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. പഴയകാലത്ത് നമ്മൾ ഡയറി എഴുതില്ലേ, അതിൻ്റെ ഒരു അലങ്കാര വേർഷൻ എന്ന് വേണേൽ പറയാം. ഓരോ ദിവസത്തിനും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. ജസ്റ്റ് ഞാൻ എഴുതി, പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. താഴെ ഒരു ബുക്കിൻ്റെ ഷേപ്പിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ അവൈലബിളായ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഹാബിറ്റ് ആൻഡ് മൂഡ് ട്രാക്കർ. ഓരോ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറിയ ഹാബിറ്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മന്ത് ഈ ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ ഡെയിലി അവിടെ ക്രോസ് ചെയ്ത് വയ്ക്കും. ഞാൻ ഇന്ന് ഈ ഹാബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ബ്ലാങ്ക് ആയി കിടക്കാറാണ് പതിവ്. പക്ഷെ ഇതിലും ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഈസി ലുക്കാണ് ഞാൻ ഇതും ചെയ്തത്. അപ്പം നെക്സ്റ്റ് മൂഡ് ട്രാക്കറാണ്. മൂഡ് ട്രാക്കർ മന്ത് എൻഡ് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ചിലപ്പോൾ കളർഫുള്ളായിരിക്കും, ചിലപ്പോൾ സെയിം കളറിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഞാൻ മിക്കപ്പോഴും എൻ്റെ മൂഡ് ഓക്കെ ഇതിലായിരിക്കും. ഇതിൽ ഹാപ്പി, ഓക്കെ, സാഡ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഹാപ്പി ആവാറ് കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എപ്പോഴും ഒരു ന്യൂട്രൽ വൈബിലായിരിക്കും പോകുന്നത്. സാഡും കുറച്ച് കുറവാണ്. അപ്പോൾ ഇതിനും കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് ക്ലീനിങ് ആണ്. അപ്പോൾ ഇതെനിക്ക്
ആദ്യം ചെയ്യുന്ന കാലത്ത് ഈ ഒരു പേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു കംപ്ലീറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തൊരു ഫീൽ കിട്ടും. ലാസ്റ്റ് നൈറ്റാണ് ഞാൻ ഈ ജേർണൽ ഓപ്പൺ ചെയ്തിട്ട് അന്നത്തെ ആക്ടിവിറ്റീസൊക്കെ എഴുതി വെക്കുന്നത്. അപ്പം എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്കപ്പോൾ ഓർക്കാനും പറ്റും. ഇവിടെ ഞാൻ ലോണ്ട്രി വർക്കും ബാത്റൂം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഉള്ളത് മന്ത്ലി ഗോൾസാണ്. അപ്പം നമുക്ക് ഈ മന്ത് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ എഴുതി വയ്ക്കും. അപ്പം നടക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ ഇതെനിക്ക് ചെയ്യണം എന്നെൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എഴുതി വയ്ക്കുന്നു. ചിലതൊക്കെ നടക്കാറുണ്ട്. അപ്പം ഇതിലും കണ്ടമാനം സ്റ്റിക്കേഴ്സ് വെച്ച് ഞാൻ നിറച്ചിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് പിന്നെ എൻ്റെ ഇഷ്ടമായിട്ടുള്ളത് കൊണ്ട് എവിടെയെങ്കിലും കുത്തിക്കയറ്റാനാണ് ഇപ്പം എൻ്റെ പ്ലാൻ. അപ്പം ഇനി എൻ്റെ സ്ലീപ്പ് ട്രാക്കറാണ്. നിങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉറങ്ങാറുണ്ടോ? അപ്പം എനിക്ക് ചിലപ്പോൾ ഞാൻ വിചാരിക്കും കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നവർ ഭയങ്കര ഭാഗ്യവന്മാരാണല്ലേ. എനിക്കത് പലപ്പോഴും കിട്ടാറില്ല, എന്നാലും ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ടൈമിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ടെന്ന് മാത്രം. അപ്പം ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതി വയ്ക്കും. അപ്പോൾ ഇന്ന് ഞാൻ എത്ര അവേഴ്സ് ഉറങ്ങി, അപ്പോൾ എപ്പോഴൊക്കെയാണ് ഞാൻ ഉറങ്ങിയതെന്നൊക്കെ ഉള്ളത് ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനിയുള്ളത് എൻ്റെ വർക്കൗട്ട് പ്ലാനാണ്. ഈ മന്ത് കംപ്ലീറ്റ് ആവാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഇത് ജസ്റ്റ് സിമ്പിളാണ്, എല്ലാം സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് മോർണിംഗ് റൊട്ടീൻ ആൻഡ് നൈറ്റ് റൊട്ടീൻ. മോർണിംഗിൽ ചെയ്യാനുള്ളതും നൈറ്റിനും എല്ലാം കൂടെ വരുമ്പോൾ സെയിം ആണ്. എന്നാലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി പിന്നെ ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പംകിൻസ് വെച്ചിട്ടൊരു പൂക്കളം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. കാണുമ്പം കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നുമെങ്കിലും ആക്ച്വലി ഇറ്റ്സ് ലുക്ക് ഗുഡ്. ഇനിയുള്ളത് വീക്ക്ലി സ്പ്രെഡാണ്. ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ചെറിയൊരു കലണ്ടർ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് നോട്ട്സാണ്. ഞാൻ മൺഡേ ട്യൂസ്ഡേ ഒക്കെ എഴുതി വരുമ്പോൾ ലാസ്റ്റ് എനിക്ക് സൺഡേ ഇടാൻ സ്ഥലമില്ലായിരുന്നു. അപ്പം ഞാനത് വീക്കെൻഡാക്കി മാറ്റി അതും കംപ്ലീറ്റ് ചെയ്തു. ഇത് ആക്ച്വലി ക്യൂട്ടായിരുന്നു. ചെയ്തു വന്നപ്പം എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ ഫീൽ ചെയ്തു. പംകിൻസ് വരയ്ക്കണമെന്ന് കരുതി, പക്ഷേ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. പക്ഷേ ഇറ്റ്സ് ഈസിയാണ് കേട്ടോ വരയ്ക്കാൻ, റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല. എന്നാലും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, ഇനി ഇതെവിടെ കൊണ്ടിടാനാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാനിത് നല്ല ഓവറാക്കി ക്യൂട്ടാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഇതെൻ്റെ ഓട്ടം ബക്കറ്റ് ലിസ്റ്റാണ്. അപ്പം ഈ സീസണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ ചെയ്യണം. എനിക്ക് ഈ ജേർണൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിതിൽ നോട്ട് ചെയ്ത് വെക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ, നമ്മൾ നെക്സ്റ്റ് പേജ് എത്തി. യെസ്, മെമ്മറീസ്. അപ്പം ഈ ഒരു മന്തിൽ നമുക്ക് കയ്യിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാൻ പറ്റിയ എന്താ പറയുക മൊമെൻറ്റ്സ്,
അപ്പം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോസ് ആക്കിയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോഴല്ല രസം, ഇത് ഈ വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ജേണൽ എടുത്ത് നോക്കുമ്പം ഒരു വർഷം നമുക്ക് ഈ ജേണലിൽ കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. അപ്പം ഈ മന്ത് ജേണൽ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ഫ്ലിപ്പ് ത്രൂ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലല്ലേ? ഒരു ചന്തമൊക്കെ ഉണ്ട്. അപ്പം ഇനി ഹൊറർ ഫീലിംഗ് ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിന്. അത് വന്നോ എന്ന് എനിക്കറിയില്ല. സ്റ്റിക്കേഴ്സൊക്കെ ഇച്ചിരി ഹൊററൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഓക്കെ, നൈസ്, കുഴപ്പമില്ല, രസം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.